എന്തൊക്കെ ആയി തീരുമെന്ന് എനിക്കറിയില്ല. ഓരോ എടുത്തിയാട്ടങ്ങളെ ഇതൊക്കെ പറഞ്ഞില്ലേ, ഒരാവേശമാണ്. ഇത് ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴേ ആലോചിക്കൂ, പഠിക്കൂ. പഠിച്ചേ മനസ്സിലാക്കുള്ളൂ എന്ന് പിന്നെ പഠിക്കട്ടല്ല, എന്ത് ചെയ്യാ. ഈ പെണ്ണിനെ തലയ്ക്ക് സുഖമില്ലാത്താന്ന് തോന്നണേ. പെണ്ണിന് മാത്രമല്ല, അവനും കുഴപ്പമാണ്. എടാ ഞാൻ പറഞ്ഞു വീട്ടിലൊരു മോളല്ലേ, ഇറങ്ങി പോകുമ്പോ അവർക്ക് വിഷമം ഉണ്ടാവില്ലേ? ഏയ് അത് കുഴപ്പമില്ല, എനിക്കൊരു അനിയനും കൂടി ഉണ്ടെന്ന്. എന്ത് ചെയ്തിട്ടും അതിന്റെ മുഖത്തൊരു അലിവ്. ഇത്രയും കൊല്ലം വളർത്തി കൊണ്ടുവന്ന് തന്നേന്നുള്ളതൊക്കെ ഒരു നിമിഷം കൊണ്ടേ. എന്ത് പിള്ളേരാണ് ഇത്, സമൂഹം ഇത്. ഇപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എല്ലാരും. നമ്മളെ വെച്ചങ്ങനെയൊന്നും പോവില്ല, നമ്മളങ്ങനെയാണ്. ചേട്ടൻ അൻസാർ മാമയില്ലേ, അൻസാർ മാമന്റെ അനിയൻ. പിന്നെ ചേച്ചി അപ്പുക്കുട്ടൻ സാറില്ലേ, നമ്മുടെ പാർട്ടിയുടെ അപ്പുക്കുട്ടൻ സാർ, സാറിൻ്റെ മോള്. ഒരു മീറ്റിംഗ് ഉണ്ട് നമ്മുടെ പാർട്ടിയുടെ, അതിനു വേണ്ടി വന്നതാ. അവര് ഇവിടെ കാണും. അപ്പൊ അവര് രണ്ടുപേരും എന്താ വെള്ളയിടാത്ത? ഓ മീറ്റിംഗ്, അത് പിന്നെ ഇട്ടുള്ളൂ മക്കളെ. വെള്ള അലക്കാൻ കൊടുത്തേക്കാം കേട്ടാ. നിങ്ങൾ കളി. പിള്ളേരെ ഓരോരോ സംശയങ്ങൾ. നന്നായി. ഇനിയിപ്പോ ആരെങ്കിലും ചോദിച്ചാൽ അവർ അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ല, എത്ര നാളെന്ന് പറഞ്ഞാൽ അവരെവിടെ ഇങ്ങനെ താമസിപ്പിക്കുന്നത്? അമ്മ അവര് വന്നിട്ട് ഒരു അരമണിക്കൂറല്ലേ ആയുള്ളൂ. അവർ റെസ്റ്റ് എടുക്കട്ടെ പിള്ളേര്. ഇനിയിപ്പോ ഇവരൊക്കെ തിരക്കി ആരെങ്കിലും ഇങ്ങോട്ട് വരുമെന്നുള്ളതാണ് പേടി. അവരിവിടെ ഉണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ. എടാ മൊബൈൽ ട്രേസ് ചെയ്താൽ പോരെ, എന്റെ പറയാ ആളെങ്കിലും വരൂലേ? എന്നാൽ രാഷ്ട്രീയമായിട്ട് സ്വാധീനമുള്ളവരാ രണ്ടുപേരും. വരണടുത്ത് വെച്ച് കാണാം. വരണടുത്ത് വെച്ച് കാണാന്ന് പറഞ്ഞാൽ ഒരു പണിയില്ലാത്ത നിങ്ങൾക്ക് വല്ലപ്പോഴും രാവിലെ ഇറങ്ങി പോകാനുള്ളതാണ് പാർട്ടി. അതിൽ നിന്നും പുറത്താക്കിയാലോ? ഒരുപാട് ഇങ്ങോട്ട് ചൊറിയല്ലേ തങ്കം കേട്ടാ. ഒരു പണിയില്ലാതെ നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയാ, പണി ഉണ്ടായില്ലേ. അതെ, വന്ന ഉടനെ പറയണ്ട, സമാധാനത്തിൽ പറഞ്ഞാൽ മതി ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. സംഭവം അറിഞ്ഞ പൊന്നോ, കാലം വല്ലാത്ത തന്നെ കേട്ടാ. ഇന്നത്തെ കാലത്തെ പിള്ളേർക്കേ ഈ അച്ഛനും അമ്മമാരോടും വല്ല സ്നേഹം ഉണ്ടാ, വല്ല ബഹുമാനം ഉണ്ടാ? എന്റെ പൊന്നോ സമ്മതിക്കണം. അതെങ്ങനാന്ന് പറ, ഇട്ടുമൂടാനുള്ള സ്വത്തല്ലേ ഉണ്ടാക്കിയിട്ടേക്കണത്. പിന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹമോ ബഹുമാനമോ എന്തെങ്കിലും വേണോ? നമ്മൾ വളർത്തുന്നുണ്ട് രണ്ടെണ്ണങ്ങളാ, കണ്ടറിയാൻ നോക്കുവോന്ന്. ഇനി ചാവാ നേരത്ത് വല്ല വിഷമൊന്നും കൊല്ലാതിരുന്ന ഭാഗ്യം. അല്ല ലില്ലിച്ച ഇവിടെ വന്ന് ഇത്ര കാര്യഗൗരവമുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ മിനിങ്ങസ്യാന്ന് കേട്ടോണ്ടിരുന്നാല് ഒരാളൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. ഒരാളെ മുഴുവൻ പറഞ്ഞു തരട്ടെ. അച്ചാച്ചൻ എന്തിന്റെ സുഖടാ? കുടുംബക്കാരറിയണ്ടേ? ഇവര് ചോദിക്കണ്ടെന്നേ. കേക്കട്ടെ, പറ. പിന്നെ നീ പറയടേ. നീ ഇത്ര അനുവാദം ചോദിക്കാൻ എന്താ ഉള്ളത്, അങ്ങ് പറ. അത് ഇക്കാര്യം ഇവിടെ വന്ന് ലില്ലിച്ചൻ പറഞ്ഞോളാന്നും ബസ്സിൽ വെച്ച് അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പറയാം. നമ്മുടെ വെട്ടുക്കുടി സെബാസ്റ്റ്യൻ ഭരണപക്ഷത്തിന് നമ്മുടെ നേതാവ്, പുള്ളിയുടെ മോൻ ടോമിനെ കാണാനില്ല. അയ്യോ. കൂടെ പുള്ളിയുടെ എതിർപക്ഷത്തിന്റെ PP ജോർജ് ഇല്ലേ, അയാളുടെ മോൾ ജെസ്സിയെ. അല്ല, ബാക്കി ഞാൻ പറയാം. ഈ ജെസ്സി എന്ന് പറഞ്ഞവള് ടോമിന്റെ കൂടെ പോകാൻ ഒരു ചാൻസും ഇല്ല. കാരണം അവക്ക് അതിന്റെ ഒരു യോഗ്യതയില്ല. ഈ വെട്ടുകുഴിക്കാരുടെ രോമത്തിന്റെ വില പോലും ഇല്ല ഈ ജെസ്സിയുടെ കുടുംബക്കാർക്ക്. നിങ്ങൾക്ക് അറിയാലോ അവൾ ആരുടെ കൂടെ പോയിട്ടുണ്ടാവുമെന്ന് ആർക്കൊക്കെ അറിയാം. ചേട്ടാ, ഞാനൊരു കാര്യം പറയാം. ഈ ടോം എങ്ങാനും ഈ ജെസ്സിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ കാലം ആദ്യം തല്ലി ഓടിക്കുന്ന ഞാനായിരിക്കും. ചേച്ചി ഇത് ഞങ്ങളുടെ കുടുംബക്കാരുടെ കാര്യമോ? ചേച്ചി എന്തോ ക്ലീറ്റോ ചേട്ടാ, നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ? നമുക്ക് സംസാരിക്കാം. നീ പോയി നമ്മുടെ 7 എഴുത്ത് വരാനുള്ളൂ. അല്ല ഞാന് പെണ്ണുണ്ട്, അതുകൊണ്ടാണ്. ലില്ലി നീ എന്തുവാണ് ചേച്ചിക്ക്? ഞാൻ എന്റെ വീട്ടിൽ കിടന്നല്ലേ പറയുന്നത്. ഇത്ര ആയല്ലോ ഞാൻ ആലോചിക്കുന്നു. ഞാനാ ജെസ്സി, PP ജോർജിന്റെ മോളില്ലേ കൊളങ്ങാവിലിന്ന് കാണാതായേ, അത് ഞാനാ.
പിന്നെ ഞങ്ങളുടെ കുടുംബക്കാരുടെ മഹത്വം വേണമെങ്കിലേ വെട്ടുവീഴ്ക്കാരോട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. കൊടങ്ങാവളമാതാവിന്റെ പൊന്നും കുരിശു വണങ്ങിയിട്ട് തിരുമുമ്പിൽ ചെന്നിട്ട് കൈകൂപ്പി പ്രാർത്ഥിക്ക. കൊടങ്ങാവളമാതാവിന്റെ പൊന്നും കുരിശു കിളാപ്പി. നീ ആടെ തുമ്മിയത്? ഇങ്ങനെ ഇന്നാ തുമ്മൽ വരത്തില്ലല്ലോ. അല്ല ഇതുങ്ങൾ ഇനി എപ്പോ പോകും ഇവിടുന്ന്? ഇവരെവിടെ പിടിച്ചെടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് സസ്പെൻഷൻ ഉറപ്പാ. ആ അത് നല്ലതാടാ, ഡ്യൂട്ടിക്ക് പോണ്ടല്ലോ, പഴയതുപോലെ പതിന് ശമ്പളവും കിട്ടും. എന്നതാണമ്മേ ഒരാൾക്ക് സർവീസിൽ 2 സസ്പെൻഷനാ, എന്തൊരു നാണക്കേടാ അത്. ആ എനിക്ക് മാത്രമല്ല ഇവനെയും ബാധിക്കും. അവര് രാഷ്ട്രീയത്തിൽ വളരെ പ്രമുഖരായ ആൾക്കാരാണ്. അവനെ പോലെ അല്ല. അവര് വെച്ചാൽ ഈസി ആയിട്ട് എവന്റെ പാർട്ടി തന്നെ അവനോട് പുറത്താക്കാൻ പറ്റും. അയ്യോ അത് പറ്റത്തില്ല. ആരെങ്കിലുമൊക്കെ വെട്ടിച്ച് ചെലവിനുള്ള പൈസയും വല്ല പിരിവൊക്കെ നടത്തി എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് അത് പോയാൽ കഷ്ടമാണ്. അല്ല വന്ന സ്ഥിതിക്ക് ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കട്ടെ. ശരി, രണ്ടുപേരും ഇവിടെ നിൽക്കട്ടെ, അല്ലാതെ എന്താ ചെയ്യണം? അയ്യോ അത് പറ്റത്തില്ല, ഇപ്പൊ പറഞ്ഞോണ്ടല്ല. അവൻ അവിടെ അവൾ ഇവിടെ കിടക്കട്ടെ, അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാ. അത് മതി. അല്ല വന്നപ്പോ തന്നെ പറഞ്ഞു വിടണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു. നോക്കാം. ഞാനേ ആ വെട്ടുകുഴിയെയും PPA ഒക്കെ കണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാൻ നോക്കാം. അത് നടക്കുമെന്ന് തോന്നുന്നില്ല ക്ലീറ്റോ ചേട്ടാ. ഇവര് മുജ്ജന്മ ശത്രുക്കളാ. അവരൊന്നിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പേര് നല്ല അടി കിടക്കും. ആ ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ടുണ്ടല്ലോ, തലവേദന എടുത്ത് വയ്യ. നീ ഒരു കട്ടായിട്ടെ. നീ ആ പ്രശാന്തര തൈലം എടുത്ത് തേക്ക്, തലവേദനയ്ക്ക് നല്ലതാ. അമ്മയ്ക്ക് എന്ത് മാരക അസുഖം വന്നാലും ആ മരുന്നെടുത്ത് തേക്കണം. പ്രശാന്തരമല്ല, പച്ചാന്തര തൈലം എന്നാണ് അതിന്റെ പേര്. അമ്മ ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ട് തലയ്ക്കൊരു പെരുപ്പ്, അതാ പറഞ്ഞത്. എന്നാലും അതിന് ധന്യം തരം നല്ലതാ. എനിക്കൂടെ എടുത്തോ ക്ലാസ്. എനിക്കും ഉണ്ട് തല. എന്തറിഞ്ഞിട്ട് ഈ പറയണത്? തന്നേ ഉള്ളൂ പിന്നെ. നീ ആണ് എന്തെങ്കിലും ഒരു എനിക്കിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റൂല, ഉള്ള കാര്യം പറഞ്ഞേക്കാം. അവിടെ നിന്ന് എന്തെങ്കിലും നീക്കോ അനക്കോ ഉണ്ടാകുന്ന ആദ്യം ഒന്ന് നോക്കട്ടെ. ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്യണത്. നമ്മൾ ചാടിക്കറി അങ്ങോട്ട് പോയി പറയണ്ട. ഒരു 2 ദിവസം ഒന്ന് ക്ഷമിക്കല്ലായിരുന്നു. ഇതൊന്നല്ല നമ്മുടെ നിലയിൽ കൂടെ തന്നെ എനിക്ക് കിടക്കപ്പെടുന്നില്ലെന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. ഒരു ആവശ്യമില്ലാത്ത ഓരോ PP ജോർജിനെ നല്ല ഗുണ്ടാ സെറ്റപ്പ്. ഈ ടോം ഇവിടെ തന്നെ വന്നു എന്നുള്ളതാണ്. ഹായ്. ലില്ലി ചേച്ചിക്ക് എന്നെ അറിയോ? ഞാൻ ആദ്യമായിട്ട് കാണുക. കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഞാൻ ലില്ലി ചേച്ചിയെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? നമ്മുടെ പുളിമുട്ടുള്ള അങ്കിളിന്റെ മോടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ആന്റണി. ആ അതെ അതെ അതെ. അത് എത്ര പേരുണ്ടായിരുന്നു അവിടെ വെച്ച്? എന്നെ എങ്ങനെ തിരിച്ചറിയാനോ? അത് പിന്നെ ടോമാണ് എനിക്കന്ന് ലില്ലി ചേച്ചിനെ കാണിച്ചു തന്നത്. എങ്ങനെയാന്നല്ലേ, ലില്ലി ചേച്ചിയുടെ ഇന്റർകാസ്റ്റ് മാരേജ് അല്ലായിരുന്നോ? പക്ഷെ ഫാമിലിയൊക്കെ എഗ്രി ചെയ്തിട്ടല്ലേ കല്യാണം കഴിച്ചത്. അതെ. ആ അപ്പോഴാണ് ടോം പറഞ്ഞത് ഞങ്ങളുടെ കാര്യത്തിനും പ്രശ്നം ഉണ്ടാവത്തില്ല, നിങ്ങളുടെ പോലെ ഞങ്ങളെ സമ്മതിക്കുമെന്ന്. അങ്ങനെയാണ് പിന്നെ വീട്ടുകാരൊക്കെ ആലോചിച്ചിട്ട് കെട്ടിയാ പോരായിരുന്ന? എന്തിനാ വെറുതെ ഒളിച്ചോടാൻ നിന്നത്? അതിപ്പോ ചേച്ചിയുടെ ആണെങ്കിൽ ഇന്റർകാസ്റ്റ് എന്ന് പറയാം. പക്ഷെ ഞങ്ങളുടെ മതം ഒന്നല്ലേ. മതം ഒന്നാണെന്ന പ്രശ്നം. പാർട്ടിക്കാർ കണ്ടല്ലേ, എവിടെയെങ്കിലും ഒരു മയക്ക് വെച്ചാൽ മതി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയാ. പിന്നെ എങ്ങനെയാ കല്യാണം സമ്മതിക്കുന്നത്? പിന്നെ നിങ്ങൾ എങ്ങനെ പ്രേമിച്ചത്? അത് പിന്നെ സിനിമ കാണാൻ പോയപ്പോ പ്രേമിച്ചതാ. ഒന്നിച്ചു പോയാ? ഒന്നിച്ചല്ല പോയത്, പക്ഷെ തിയേറ്ററിൽ വെച്ചിട്ട് ഒന്നായി. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ സിനിമ കാണാൻ പോയതാ.
അപ്പോഴുണ്ടല്ലോ ടോം വന്ന് എന്റെ അടുത്തിരിക്കുന്നത്. ടോം ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നേ. സിനിമ കണ്ട് കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോ നുള്ളാനും പിച്ചാനൊക്കെ തുടങ്ങി. ഭയങ്കര ശല്യമായപ്പോ ഞാൻ പറഞ്ഞു ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ പോലീസിനെ വിളിക്കുമെന്ന്. ടോമാ ആന്നേ എന്റെ കൊച്ചിനെ ആള് മാറി തിരക്കും. ഞങ്ങളുടെ ടോം അത്തരക്കാരനൊന്നും അല്ല. തോണ്ടെന്ന് പൊക്കോ ഓടുന്നു. എന്റെ പൊന്ന് ലില്ലി ചേച്ചിക്ക് ടോമിനെ അറിയാത്തത് കൊണ്ടാ. ടോം തന്നെയായിരുന്നെന്ന്. അതെങ്ങനെ ഞാൻ അറിഞ്ഞെന്നറിയാവോ? ഈ ഇന്റർവെല്ലിന് ലൈറ്റ് വന്നപ്പോഴാണ് ടോമാന്ന് അറിഞ്ഞത്. ടോം എന്റെ അടുത്ത് പറയുന്നേ അത് അറിയാണ്ടൊന്നും അല്ല, ഞാൻ മനഃപൂർവ്വം പിച്ച് ചെയ്താ എന്നെ ഇഷ്ടമായതുകൊണ്ടാണെന്ന്. ആ എൻ്റെ അച്ഛൻ ഞാൻ ആളറിയാതെയാണ് നുള്ളിയത്. വെളിച്ചം വന്ന് തമ്മി കണ്ടപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കണ്ട് മനഃപൂർവ്വം വന്ന് അടുത്തിരുന്നാണെന്ന് പറഞ്ഞു. ഇവളാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ടങ്ങ് വിളി തുടങ്ങി. പപ്പയുടെ ശത്രുവിൻ്റെ മോളല്ലേ, എനിക്ക് പ്രേമിക്കാൻ വല്ലതും പറ്റുമോ? ഞാൻ ഒടിയാനായിട്ട് പലതും പറഞ്ഞു നോക്കി. പിന്നെ പറഞ്ഞു വന്നപ്പം എനിക്ക് ഒരു സ്പാർക്ക് തോന്നി. അതിന്റെ ഇടയ്ക്ക് പാർക്കിലും പോയോ? പാർക്കിൽ പോയെന്നല്ലെന്ന് സ്പാർക്ക് തോന്നി. സ്പാർക്ക് പിന്നെയാണ് ഞാൻ ടോമിനെ കുറേ പ്രാവശ്യം വിളിച്ചു. അപ്പോഴങ്ങും എടുക്കുന്നില്ല. അബദ്ധത്തിൽ ഒരു പ്രാവശ്യം എടുത്തു. ഇപ്പൊ ടോം എന്താന്നാ പറഞ്ഞത്? അത് പുള്ളിക്കാരൻ ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ അത് മനസ്സിൽ ഒതുക്കുക, കാരണം വീട്ടുകാർ സമ്മതിക്കത്തില്ല എന്ന്. ഇനി വീട്ടുകാർ സമ്മതിക്കാതെ നടന്നാൽ അത് വലിയൊരു തീരാ ദുഃഖമായിപ്പോവും. അതുകൊണ്ട് നമുക്ക് വേറെ പിരിയാന്ന്. അത് കേട്ടപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം തോന്നി. ആ വിഷമത്തിനോടൊപ്പം ടോമിനോട് എനിക്ക് ഭയങ്കര ഒരു അസൂയയും എന്താ പറയുക ഇഷ്ടമൊക്കെ തോന്നി. അങ്ങനെ അവളെ നിർബന്ധത്തിലാണ് അവസാനം ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ എങ്ങോട്ട് പോകുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളൊരു ഐഡിയ തന്നു. പുളിമൂട്ടിലെ ആൻ്റണി ഞങ്ങളുടെ മോളെ കല്യാണത്തിന് വെച്ച് കണ്ട ഒരു ചേച്ചി പച്ച സാരി ഒത്തി ചേച്ചി ആ ചേച്ചിയുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. അതായത് പച്ച സാരി കൊടുത്ത ചേച്ചി? ലീല ചേച്ചി. അന്ന് ഞാൻ വരും കാര്യം പറഞ്ഞാണ് കല്യാണത്തിന് ഒരുങ്ങി കിട്ടി പോണ്ടെന്ന്. കേൾക്കൂല, അനുഭവിക്കട്ടെ. നിങ്ങൾ ഏത് സിനിമ കാണാൻ പോയപ്പോഴേ നുള്ളി കമ്പനി ആയെന്ന് പറഞ്ഞ? അത് പ്രേമലു. ആ ഒത്ത് നല്ലതല്ല. ഇരിക്കപ്പാ. ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ? പിന്നെ നല്ല രസമുണ്ട്. അയ്യോ അത് തിന്നാനുള്ളതല്ല, അല്ലേ? വേവിച്ചിട്ട് തിന്നും. കറിവെക്കണതാ. പിന്നെ വീട്ടിലൊക്കെ എന്തോ ഉണ്ട്? വീട്ടില് ഇപ്പൊ എന്തായിരിക്കും വീട്ടിലത്തെ അവസ്ഥ? പറഞ്ഞ വിടുപോലായിരിക്കും. അല്ല ശോകമായിരിക്കും. തലൊരു സുഖമായിരിക്കും. കഴിക്കാൻ എന്താ വേണ്ട രാത്രി? അതിപ്പോ ഞാൻ ഡയറ്റ് അല്ലേ ചേച്ചി, ചപ്പാത്തിയോ ദോശയോ വല്ലതും മതി. ആണോ? ചപ്പാത്തിയും ദോശ ഇഷ്ടമാണല്ലേ? പിന്നെ എന്നാ പിന്നെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാം, നാളെ ദോശ ഉണ്ടാക്കി. കറി എന്നാ വേണ്ടേ? അറിയാന്തോ കറി എന്താ വേണമെന്ന് വെച്ചാൽ അങ്ങൻ ചേട്ടത്തിരുത്ത് പറ. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ ചോദിക്കുന്നത്. ശരി. അങ്ങനെ വീട്ടിൽ ഇപ്പൊ സാധാരണ ചപ്പാത്തി ആണെങ്കിൽ വല്ല കരിമീൻ പൊള്ളിച്ചതാ, ചിക്കൻ ഫ്രൈയാ, ചിക്കൻ കറിയാ, മട്ടനാ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ല ഈ എന്നും കരിമീൻ പൊള്ളിച്ചതും ചിക്കനും മട്ടനും ബീഫൊക്കെ വരൂ? പക്ഷെ എന്നും ഇത്രയൊന്നും വരൂല. എന്തെങ്കിലും രണ്ടായിട്ട് കരിമീൻ പൊള്ളിച്ചതും ചിക്കൻ കറിയോ മട്ടനും ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇവിടെ രണ്ടായിട്ട് ഉറപ്പായിട്ട് ആണല്ലേ? പക്ഷെ എനിക്കങ്ങ് ബോറടിക്കണം കേട്ടോ. എന്ത് ചെയ്യും? അല്ല ഈ സമയത്ത് ചെറുക്കന്മാരോടെ ഇരുന്ന് കറങ്ങി നടന്നേ കവലെ പോലെ. പിന്നെ ഈ സമയത്ത് ഞാൻ ക്ലബിലായിരിക്കും. നമ്മുടെ വലിയ വലിയ അപ്പുറത്തുള്ള. ആ ശരി. ചീട്ട് കളിക്കും അവിടെ പോയിരുന്നു. ക്ലബിലാ? ചീട്ട് കളിച്ചാലോ? സെറ്റ്. ചീട്ടുണ്ടോ? ചീട്ടുണ്ട്, എസിയുടെ ബാഗിലുണ്ട്. എന്റെ ഈശ്വര, ആ പെണ്ണ് ചീട്ടും കളിക്കൂ? ഇല്ല, അവളെ പഠിപ്പിച്ചെടുക്കണം. ഞാൻ അവളെ ബാഗിനകത്ത് ഇട്ട് ഒളിച്ചോടി പോന്നപ്പോ എന്തായാലും ചീട്ടെടുത്തല്ലോ. അതെടുത്ത് സമയം പോകണ്ടേ. സ്വർണ്ണം പൈസ ഒന്നും എടുത്തില്ല. അല്ല അത് കാര്യമായെന്ന് പറഞ്ഞേ. അപ്പൊ ചീട്ട് കളിച്ചാലോ? പിന്നെ വാ ചേച്ചി നമ്മളെന്നാ. ഓ നമുക്ക് നിന്നേടാ അവിടെ മോനല്ല, റൊണാൾഡ്. തട്ടിന്റെ മോളിന്നേ ഇച്ചിരി സാധനം എടുപ്പിക്കാനുണ്ട് അവനെ കൊണ്ട്. എല്ലാം വിളമ്പി വെച്ചോ, അവനിപ്പ വരും. മട്ടനോ ബീഫ് എന്താ മേടിക്കണമെന്ന് വെച്ചാൽ പൈസ പെട്ടെന്ന്. തോടി ഞാൻ ചെത്തിയാൻ എടുക്കും. ഞാൻ എന്താ പെണ്ണുമുള്ള നിന്നോട് ആര് പറഞ്ഞ അവനോട് എന്താ വേണ്ടേ എന്താ വേണ്ടത്? അവൻ എന്തെങ്കിലും മതി എന്നല്ലേ പറഞ്ഞത്? നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഒരാൾ വരുമ്പോ അയാളെ സൽക്കരിക്കണം നമ്മുടെ ചുമതലയാണോ? അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അതോടെ തിന്ന് മണി കൊടുക്കാം. അയ്യേ, അവന്റെ വീട്ടിലോട്ട് ആര് പോണ്? നിന്നെ ആര് കൊണ്ടുപോണ്? എപ്പോഴും ചെന്ന് കേറങ്ങോട്ട്. അതെ, ബന്ധുക്കാര് വന്നെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വലിയ വേഷത്തിനെ കാണിച്ചിട്ടുണ്ടാവും. ആടിയില്ല പാട്ടി. പോട്ടെ. ഇത് കള്ളക്കളി. ഭാര്യ എന്റെ കൈ കണ്ടിട്ട് ഭർത്താവിന് പറഞ്ഞു കൊടുത്തു. ഇത് അർത്ഥത്തിൽ
അയ്യത് വേറെ കാര്യം പറഞ്ഞത്. ആദ്യം ഭർത്താവ് തുറന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അവൻ വേണ്ടി വന്നില്ലേ ആയില്ലല്ലോ അവൻ തോറ്റു. കളി ഞാൻ ഇറങ്ങി കളഞ്ഞു കളിക്ക് ടോം. കുറെ പണിയുള്ളതാ. എന്താ ക്ലീറ്റോ അവിടെ? ഉണ്ടാകത്തുണ്ട് അവര് ചീട്ട് കളിക്കും. ആരെക്കൊണ്ട് കളിക്കാൻ? അപ്പുക്കുട്ട മാമന്റെ മോളും പിന്നെ അൻസാർ അങ്ങളുടെ അനിയന്. അതുണ്ടോ അവര്? അല്ലയാ ക്ലീറ്റോ അൻസാറും ഒരു കാര്യം ചെയ്യ്. അതുവരെ കളിക്കരുത്. നോക്കിക്കൊള്ളു കള്ളന്മാരാണ്. ചീട്ട് തുടരരുത്. ഇല്ല ക്ലീറ്റോ ഞാൻ വരുന്നടേ. എന്തോടെ പരിപാടി? എന്തോ പരിപാടി? എന്ത്? അല്ല എനിക്കില്ലാത്തൊരു അനിയനും അപ്പുക്കുട്ട സാറിന്റെ മോളും ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ആരാ അത്? ഒന്ന് ഇറക്കി വിട്ട. ആര് പറഞ്ഞു? അല്ല പിള്ളേർ പറഞ്ഞു. അതെന്താ അറിയോ അവിടെ ഒന്നുമില്ല. കനകന്റെ ഒരു ബന്ധു ഒരു പയ്യനും പെണ്ണും നേരത്തെ വന്നിട്ട് പോയി. അവര് നവദമ്പതികളാ. അപ്പൊ പിള്ളേരാരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ അപ്പുക്കുട്ട സാറിന്റെ മോളും അൻസാറിന്റെ അനിയനാണെന്ന് ചുമ്മാ ഒരു തമാശ. അതെനിക്ക് മനസ്സിലായി. കാര്യം എനിക്ക് അനിയനും ഇല്ല, അപ്പുക്കുട്ട സാറിന്റെ മോളും ഇല്ല. ഇതാരോ ഒരു പുതിയ ശബ്ദം. അത് നമ്മളെ റൊണാൾഡ്. പനി സൗണ്ടൊക്കെ മാറിയിട്ടേ ജലദോഷവും പനിയൊക്കെ ആയിട്ടേ. നമുക്ക് സന്ദർശിച്ചാലോ? റൊണാൾഡോ പനിയല്ലേ? ചുമ്മാ ഇടാ നരക മരുന്ന ധർണയ്ക്ക് പോകണല്ലേ. ഈ പനിയായിട്ട് അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പനി പകർന്നാ പിന്നെ ധർണയ്ക്ക് ആള് കുറയും. അത് വേണ്ട, നിങ്ങൾ വയ്ക്കോ. ഇപ്പോഴത്തെ വൈറൽ ഫീവർ അല്ലെങ്കിലും പ്രശ്നം. അത് പ്രശ്നമാണ്. അച്ഛമ്മേ കളിക്കാന്ന് പനി ഇത്ര പെട്ടെന്ന് മാറിയ? മാറി. അല്ല സൗണ്ട് ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. അളിയൻ പറഞ്ഞ സൗണ്ടൊക്കെ അടച്ച് ഭയങ്കര പ്രശ്നം. ആവി കൊണ്ടോണ്ടിരിക്കുകയായിരുന്നേ. അപ്പോഴാണല്ലോ വിളിച്ചപ്പം വന്നത്. അല്ലടാ ആവി ചുമ. വാപ്പത്ത് ചുമയ്ക്ക് റൊണാൾഡേ ചുമ പകരും. ഓ നീ നിർത്ത്, നിനക്ക് ഓസ്കാർ വരുന്നുണ്ട് കേട്ടാ. അളിയ എന്തോ വലിയ ഉടായ്പ ഇവിടെ നടക്കുന്നുണ്ട്. അളിയ എല്ലാ ഉടായ്പിനും കൂട്ടിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ ഉടായ്പ കാണിക്കും. ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. പറയട്ടെ ഞാൻ പറയാം. ഞാൻ സത്യം ഞാൻ പറയാം. ബഹളം വെക്കണ്ട. വേറൊന്നുമില്ല. ഈ കൊടുങ്ങാവിളയെന്ന് ഞങ്ങളുടെ വകയിൽ ഒരു അകന്ന ബന്ധു, ഒരു അലന്ന ബന്ധു ഇച്ചിരി പ്രശ്നമുള്ള ആളാ. മാനസിക പ്രശ്നമുള്ള ആളാ. മാനസിക പ്രശ്നമുണ്ട് നിന്റെ അപ്പനും. പാരമ്പര്യമായിട്ടുണ്ട്. അവര് ആരെ കൈ കിട്ടിയാലും എടുത്തിട്ട് ഇടിക്കുക. ഞങ്ങൾ ഒരു കണക്കിന് അവിടെ പിടിച്ച് കെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ആശുപത്രിയിൽ കൊണ്ടുപോവാ ദേഹോപദ്രവം ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞത്. അതല്ലേ? അവന് കൊടുത്ത് 2 കൊണ്ടായി. എനിക്ക് ഒരെണ്ണം ചെറുതായിട്ട് കൊണ്ട് നിങ്ങൾ പോവാൻ നോക്ക്. അതുകൊണ്ടാ, വേറെ പ്രശ്നമൊന്നുമില്ല. എന്തോ ഞാൻ അത്രയ്ക്ക് അങ്ങ് വിശ്വസിച്ചിട്ടില്ല. എങ്കിലും ഞാൻ അങ്ങ് പോവാം. കൊണ്ടുവരുമോ? കൈ കിട്ട തലമണ്ട കടിച്ചു പൊട്ടിച്ച പിന്നെ പറയാം. അതെ ശരി, അപ്പൊ പോട്ടാ. ശരി അളി അങ്ങ് വരുമല്ലോ. വൈകിട്ട് അങ്ങ് വരണം. ശരി വാ മക്കളെ. പിന്നെ ഇവിടെ സൂക്ഷിച്ച് കളിക്കണം. പട്ടന്മാരെ മുന്നിലൊന്നും ചെന്ന് ചാടരുത്. അവർക്ക് പിള്ളേരെന്നാ വലിയവരെന്നാ കണക്കൊന്നുമില്ല. വെച്ചാ താങ്ങിത്തരും കേട്ടാ. ശരി, അത് പിള്ളേരെ അങ്ങനെ പറഞ്ഞ് നമ്മള് ധരിപ്പിച്ചേക്കണ. അത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. ഈ കാര്യമൊക്കെ പിന്നെ പറയാം. നീ പോ. വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരുമല്ലോ. അപ്പൊ പറയാം. നീ പോ. ഓ ശരി ശരി വരണം കേട്ടാ. ലേറ്റാക്കരുത്. ഇല്ല ഞാൻ വരും. മതി നീ വരുമെന്തോ. നില്ല്, നീ പോ. ഞാൻ എന്താ വരാം. പോയി. അയ്യോ കൊണ്ടുവന്നപ്പോ തലമുട്ടി. പിന്നെ നടക്കണല്ലേ അറിയാൻ പാടില്ല. ടോമേ കുറച്ചൊക്കെ ഉള്ളു. വലിയ വിഭവമൊന്നും ഇല്ല. അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ വരുമെന്ന് വലിയ ധാരണ ഉണ്ടായില്ല. അതുകൊണ്ട് ജെസി കഴിക്കട്ടോ. തങ്കഞ്ചേട്ടത്തിന്റെ കൈപ്പുണ്യ അങ്ങ് കഴിക്കണത് എന്താ രണ്ടുപേരും ഇങ്ങനെ പടം വരച്ചോണ്ടിരിക്കുന്നത്? രോമ കഴിക്കും. രോമ എന്റെ കൂടെ ക്ലബിൽ തീറ്റ മത്സരത്തിനൊക്കെ മത്സരിച്ചിട്ടുണ്ടായില്ലേ? നിങ്ങൾ കഴിക്കുന്നില്ലേ? നിങ്ങള് അതിഥികളെ കൂട്ടുക എന്നുള്ളതാണല്ലോ. ആദ്യം നിങ്ങള് ചിക്കനൊന്നും വേണ്ടായിരുന്നു, മീനായിരുന്നു നല്ലത്. എനിക്ക് മീനാണ് ഇഷ്ടം. അയ്യോ ഇന്നലെ ആയിരുന്നെങ്കിൽ ഇവിടെ നല്ല ആവോലി പറ്റിച്ചതുണ്ടായിരുന്നു. അവിടെ ആയിരുന്നെങ്കിൽ കരിമീൻ ഉണ്ടായിരുന്നു. അതെ 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 കരിമീൻ വിളിച്ചല്ലേ. ഇന്നലത്തെ മീൻ്റെ പേര് ചാളാന്നല്ലേ? അത് വറുത്തത് കറി വെച്ച കാര്യം. ഞാനേ
ഞാൻ നിങ്ങളുടെ അപ്പന്മാരെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. രണ്ടും രാഷ്ട്രീയത്തിലെ പുലികളാണ്, രണ്ടും പ്രഗത്ഭന്മാരായ വാഗ്മികൾ. അയ്യോ, അവരെ ചാനൽ ചർച്ച കാണണം. അത് കണ്ടോണ്ടിരുന്നാട്ടല്ല നമ്മൾ അതിൽ നിന്ന് കണ്ണെടുക്കൂല. രണ്ടുപേരും കട്ടകേട്ടായി നിൽക്കും. ഇപ്പം 2 ദിവസം മുമ്പ് തന്നെ കൊടുങ്ങാവളത്ത് മറ്റേ ഈ ടെൻഡറിന്റെ വിഷയം ഉണ്ടല്ലോ, അതിന്റെ ചർച്ച ഒന്ന് കാണണമായിരുന്നു. രണ്ടുപേരും വിട്ടുകൊടുത്തില്ല, കട്ടകേട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. വാട്സപ്പിലുണ്ടായിരുന്നു ആ ചർച്ച ഞങ്ങൾ കണ്ടായിരുന്നോ? പിന്നെ എന്റെ പപ്പ പറഞ്ഞല്ലേ കറക്റ്റ്. കറക്റ്റ് തോന്നുന്നു. ചുമ്മാ എന്റെ പപ്പ പറഞ്ഞു, ചുമ്മാ ഓപ്പോസിറ്റ് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുക, അല്ലാതെ ഉള്ളപ്പൻ അതിനെ പറ്റിയല്ലോ ഓരോ. ഈ ടെൻഡറിന്റെ കാര്യത്തിൽ വെട്ടിപ്പ് നടത്തൊന്നും പറ്റത്തില്ല. അതങ്ങനെ ഈ കാര്യത്തിൽ ടോമിന്റെ പപ്പയ്ക്ക് വലിയ വിവരമൊന്നുമില്ല. എന്റെ പപ്പ പറയുന്നത് നിന്റെ പപ്പയ്ക്ക് മനസ്സിലായി അതാണ് സംഭവം. എടി ഈ ടെൻഡറിന്റെ കാര്യത്തിനെ പറ്റി നിനക്കെന്തോന്ന് അറിയാം? ഒരു OTP കിട്ടിയാൽ മതി, ബാങ്ക് കണക്ക് കംപ്ലീറ്റ് തൂത്തുവരിക്കൊണ്ട് പോകാൻ കഴിവുള്ളവന്മാരുണ്ട്. അപ്പോഴാണ് അങ്ങനെ വല്ലതും പറഞ്ഞാൽ മനസ്സിലാവും. ടോമി ചുമ്മാ ആവശ്യത്തെ കാര്യം സംസാരിക്കരുതേ. ടോമിന്റെ പപ്പയ്ക്ക് വിവരമില്ല, അതങ്ങ് സമ്മതിച്ചാ പോരെ. എന്റെ പപ്പയ്ക്ക് വിവരമില്ല. അല്ല, എന്റെ പപ്പ പറഞ്ഞത് എന്തോന്ന് ഉൾക്കൊള്ളാൻ നിന്റെ പപ്പയ്ക്ക് പറ്റില്ല, അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ ഉൾക്കൊള്ളാൻ തലയ്ക്കാത്ത വല്ലതാണ്, ഇത് തല വേക്കന്റ്. ടോമേ ചുമ്മാ ആവശ്യത്തെ കാര്യം സംസാരിച്ചോണ്ടിരിക്കില്ല, കേട്ടല്ലോ. വേറെ എന്തെങ്കിലും പറ. വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഇത് എന്ത് പറഞ്ഞാലും ഇത് തന്നെ. എന്റെ അടുത്താണെങ്കിൽ കുറെ പേര് പറഞ്ഞാണ് ഇവളെ കുടുംബത്തിനകത്ത് ഇങ്ങനെ നിന്റെ മാമനോ അങ്ങനെ എടുത്തോണ്ട് എന്റെ അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാവൂല. അതിന്റെ അപ്പുറമാണ് ഇവളെ അപ്പൻ. ടോമി കുറെ നേരമായിട്ട് ബന്ധുക്കളെയും വീട്ടുകാരെ സംസാരിച്ചോണ്ടിരിക്കുക. ടോമിന് വേറെ ഒന്നും പറയാനില്ലേ? നീയല്ലേ തുടങ്ങിയത്, ഞാനല്ലേ തുടങ്ങിയത്. ടോമി ശബ്ദം കുറിച്ച് സംസാരിക്കട്ടോ. സംസാരിക്കാൻ പറ്റൂല. ടോമി എന്തൊക്കെയാ ടോമി വിളിച്ച് പറയുന്നത്? എന്റെ പപ്പ പറഞ്ഞ് ഞാൻ കേട്ടോണ്ടിരിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ എന്റെ പപ്പ പറഞ്ഞ് ഞാൻ കേട്ടോണ്ടിരിക്കട്ടോ. ടോമി എന്റെ പപ്പ നീ അല്ലേ അത് പറഞ്ഞത്? അച്ഛൻ ഇവളെ പറഞ്ഞത്. ടോമിന്റെ കൂടെ ഇറങ്ങി വന്ന് എന്നെ വേണം ആദ്യം മേടിക്കാനെ കൊണ്ട്. ഓ പിന്നെ ഞാൻ ഇറങ്ങി വന്നു. വെള്ളം കുടി വെള്ളം കുടി. അയ്യോ വേണ്ട. ഓക്കേ മതി വെള്ളം കഴിക്ക് ടോമേ. ശബ്ദം കുറച്ച് കഴിക്കേ. കഴിക്ക്. കഴിക്കുന്നില്ലേ? നിങ്ങൾ കഴിക്കും. യോ അതൊക്കെ ഓരോ പീസ് ചിക്കൻ ഫ്രൈഡ് വെക്കട്ടെ? വേണ്ട, അവക്ക് കൊടു. ഇവക്കാണ് ചിക്കൻ ഇഷ്ടം. ഞാൻ പെട്ടെന്ന് ടോമേ മതി. പെട്ടെന്ന് പേടിച്ചു പോയി. മണ്ടേ കയറിയല്ല. ഓ സത്യം. രണ്ടുപേരും അങ്ങോട്ട് വെച്ചിട്ട് മണ്ടേ കയറിയത്. സുനാമി വന്നു പോണത് ഇതുപോലെ തന്നെയാണ്. ഒരു വരവ് ഒരു പെട്ടെന്ന് പോകും. ഞാൻ അടിയൊന്നും കൂടിയല്ല. ഇടയ്ക്ക് ഉണ്ടാകാറുള്ളതാ. അലമ്പായി. അതെ. ഞാനേ ഇങ്ങനെ എന്റെ ഒരു വീട് തപ്പി ഇങ്ങനെ വന്നതാണ്. വീടുകളുടെ നീ ആരും ടോം ജോലിക്ക് പോയി പോയ തിന്നോണ്ട് കിടന്നുറങ്ങണ അത് തന്നെ. നല്ല ജോക്കിയിലെ ചപ്പാത്തി. ജെസ്സി ജോർജ്, അത് എന്റെ ചേച്ചി. ടോമേ ഫുഡ് റെഡി ആയില്ലേ? ഓ ആരന്വേഷിച്ചത് അവരെ പേര് പറയടാ. അത് ഡൊറോത്തി. ടോമിന്റെയും ജെസ്സിയുടെയും വീട്ടിലേക്ക് ചോദിച്ചാ എടാ തീറ്റല്ല ഈ ഏരിയല്ലേ നീ